ശക്തനായ ഒരു രാജ്യത്തിൻ്റെ മധ്യസ്ഥത മാത്രമേ യഥാർത്ഥത്തിൽ പ്രശ്നപരിഹാരത്തിന് പറ്റൂ. അമേരിക്കയ്ക്ക് സ്വീകാര്യമാണെങ്കിൽ, ഇറാൻ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വീകാര്യമാകുമെങ്കിൽ സാമാന്യം നല്ല ഒരു ഓപ്ഷനാണ് റഷ്യൻ മീഡിയേഷൻ. അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ അപ്രതീക്ഷിതമായി നേട്ടമുണ്ടാക്കിയത് റഷ്യയാണ്. റഷ്യ ഈസ് എ ലോങ് ഡിസ്റ്റൻസ് റണ്ണർ. ഒരു തിടുക്കവും കാട്ടുന്നില്ല. ഡൊണാൾഡ് ട്രംപ് എത്രയോ തിടുക്കമാണ് കാട്ടുന്നത്. യുദ്ധമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമ്പോള വ്യവസ്ഥിതിയുള്ള കച്ചവട മനോഭാവമുള്ള ട്രംപിൻ്റെ അമേരിക്കയൊക്കെ യുദ്ധത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ ദേ നോ ഹൗ ടു എക്സ്ട്രാക്ട് എ പൗണ്ട് ഓഫ് ഫ്ലഷ്. ചൈനയെയും റഷ്യയെയും അകറ്റി നിർത്തിക്കൊണ്ട് ശാശ്വതമായ ഒരു യുദ്ധ വിരാമം, ഒരു പ്രശ്ന പരിഹാരം സാധ്യമല്ല. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഇസ്ലാമാബാദിൽ നടന്ന ഇറാൻ US ചർച്ചകൾ പാളിയതിന് പിന്നാലെ പുതിയ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. 4 വർഷത്തിലധികമായി തുടരുന്ന ഉക്രൈൻ യുദ്ധം നിർത്താത്ത പുടിൻ 2 മാസം മാത്രമാകുന്ന ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടുന്നത് എന്തുകൊണ്ടാകും? റഷ്യയുടെ ഇടപെടൽ അമേരിക്ക അംഗീകരിക്കുമോ എന്ന ചോദ്യവുമില്ലേ? കൗതുകരമായൊരു കാഴ്ചയാണ് റഷ്യയുടെ മധ്യസ്ഥ ഓഫർ. ശരിയാണ്, 4 വർഷമായി പരിഹാരമില്ലാതെ തുടരുന്ന ഉക്രൈൻ യുദ്ധം ഒരറ്റത്ത് പിടിച്ചു കെട്ടാൻ റഷ്യക്ക് കഴിയുന്നില്ല. അപ്പോൾ മറ്റൊരിടത്ത് നടക്കുന്ന യുദ്ധത്തിൽ തങ്ങൾ മധ്യസ്ഥത വഹിക്കാം എന്ന് റഷ്യ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പക്ഷേ യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, ഇസ്ലാമാബാദ് പോലെ ഒരു സ്ഥലം, അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലെ ഒരു താരതമ്യേന അപ്രതീക്ഷിതമായ ഒരു രാജ്യമാണ്. ഒരു സമാധാന ചർച്ചയ്ക്കൊന്നും ഒരിക്കലും വേദിയാകേണ്ട രാജ്യമല്ല. പൊതുവെ ഏറെ പഴി കേൾക്കുന്ന പാകിസ്ഥാൻ തീവ്രവാദികളെ ആയുധം നൽകി, പണം നൽകി സഹായിച്ച പാരമ്പര്യമുള്ള അമേരിക്കയുടെ വലിയ നോട്ടപ്പുള്ളിയായിരുന്ന ഒസാമ ബിൻ ലാഡന് പോലും അമേരിക്കയുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് അഭയം നൽകിയ പാകിസ്ഥാൻ അത് പൂർണ്ണ ജനാധിപത്യ രാജ്യമല്ല എന്ന് ഓർക്കണം. ഒരുതരം സൈനിക കൺട്രോളുള്ള, എന്നാൽ പൊതുവേ ജനാധിപത്യം പൊതുവേ കാണുന്ന ഒരു രാജ്യം. അപ്പം ചെക്കേർഡ് പാസ്റ്റുള്ള ഒരു ക്രെഡൻഷ്യൽസ് അത്ര നീറ്റല്ലാത്ത ഒരു രാജ്യം. അപ്പോൾ അതിനു പകരം ചർച്ചകൾ മറ്റൊരിടത്തേക്ക് നീങ്ങണമെങ്കിൽ മധ്യസ്ഥനൊരു ശക്തി വേണം. ശക്തനായ ഒരു രാജ്യത്തിൻ്റെ മധ്യസ്ഥത മാത്രമേ യഥാർത്ഥത്തിൽ പ്രശ്നപരിഹാരത്തിന് പറ്റൂ. ഇപ്പോഴത്തെ നിലയിൽ ചൈനയ്ക്ക് ആ രംഗത്ത് വരാൻ പറ്റില്ല. അമേരിക്ക ആ രീതിയിൽ ചൈനയെ അംഗീകരിക്കില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഡൊണാൾഡ് ട്രംപുമായി ഉണ്ട് എന്ന് പറയപ്പെട്ടിരുന്ന, ഇപ്പോൾ കാര്യമായി പറയുന്നില്ല, പറയപ്പെട്ടിരുന്ന ആ ബന്ധം ഉണ്ട് എങ്കിൽ പുടിൻ ക്യാൻ ബി ഗിവൺ എ ചാൻസ്. ഇത് ലോകം ഇപ്പോൾ മനസ്സില്ലാ മനസ്സോടെ പറയുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം അവിടെ നിൽക്കട്ടെ, അത് പരിഹരിക്കുന്നതിനും അമേരിക്കയുടെ ഒരു കൈവെപ്പ് ആവശ്യമാണല്ലോ. ഉക്രൈനെ അമേരിക്ക സഹായിക്കുന്നത് നിർത്തുകയും നെയ്റ്റോയിൽ ഉക്രൈൻ ഒരു കാലത്തും ചേരില്ല എന്ന തീരുമാനം ഉക്രൈൻ തന്നെ എടുക്കുകയും നെയ്റ്റോയിൽ ചേർക്കില്ല എന്ന തീരുമാനം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എടുക്കുകയും ചെയ്താൽ റഷ്യക്ക് പിന്നോട്ട് പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഒരു സാധ്യതയെ അവിടെ നിൽക്കുന്നു. പക്ഷേ ഇവിടെ ഇറാനുമായി അടുത്ത് പെരുമാറുന്ന ഒരു രാജ്യമാണ് റഷ്യ. ഇറാൻ ഷുഡ് ഫീൽ കോൺഫിഡൻറ്റ്. ഇറാന് ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏതാണ്ട് 480 കിലോഗ്രാം ഉണ്ട്. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് സുരക്ഷിതമായി പാർക്ക് ചെയ്യാൻ ഒരിടമുണ്ടെങ്കിൽ അത് റഷ്യയാണ്. അതെല്ലാവരും മുൻപും പറഞ്ഞിരുന്നു. ഇപ്പോൾ റഷ്യ ആ ഓഫർ വെച്ചിരിക്കുകയാണ്. തങ്ങൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് റഷ്യയിൽ സുരക്ഷിതമായി വെച്ചുകൊള്ളാം. ഏറ്റവും അധികം ആണവ പോർമുനകളുള്ള രാജ്യം കൂടിയാണല്ലോ റഷ്യ. അമേരിക്കയോടൊപ്പം തന്നെ ഏതാണ്ട് 4900-ൽ പരം ആണവ ആയുധങ്ങൾ, ബോംബുകളുടെ രൂപത്തിൽ കൈവശമുള്ള രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ഭൂമി വിസ്തൃതിയുള്ള രാജ്യമായ റഷ്യ. അവിടെ ഇപ്പോഴും വളരെ ആക്റ്റീവായ ന്യൂക്ലിയർ പ്രോഗ്രാമുണ്ട്. റഷ്യയുടെ ഡിഫൻസിൻ്റെ ഒരു ബേസ് തന്നെ ന്യൂക്ലിയർ പാരഡൈമാണ്. ന്യൂക്ലിയർ ഒരു ഡിഫൻസാണ്, ഡിറ്ററൻസാണ്. ഉക്രൈനെതിരെ നിഷ്പ്രയാസം റഷ്യക്ക് ജയിക്കാം ആണവായുധങ്ങൾ ഉപയോഗിച്ചാൽ. പക്ഷേ അതവിടെ മാത്രം നിൽക്കില്ല. റഷ്യയുടെ മേലും ആണവായുധങ്ങൾ വീഴും അമേരിക്കയുടെ ഭാഗത്തു നിന്ന്. അത് ലോകമഹായുദ്ധമാകും എന്നതുകൊണ്ടാണ് റഷ്യ എന്തുകൊണ്ട് ഉക്രൈനെ ആണവമായി ആക്രമിക്കുന്നില്ല എന്നതിൻ്റെ. നോക്കൂ, ഉക്രൈൻ്റെ കൈവശവും ആണവായുധങ്ങൾ ഉണ്ടായിരുന്നു. സോവിയറ്റ് കാലഘട്ടത്തിൽ ഉക്രൈൻ്റെ കൈവശവും കസാക്കിസ്ഥാൻ്റെ കൈവശവും ഒക്കെയുള്ള ആണവ പോർമുനകൾ, ആയുധങ്ങൾ റഷ്യ ഏൽപ്പിച്ചൊരു കരാർ വഴി, ഈ UN ഇടപെട്ട ഒരു കരാർ വഴി, അമേരിക്കയുടെ ഉൾപ്പെടെ പ്രത്യേക താല്പര്യപ്രകാരം
ഈ ബിഗ് ഫൈവ് P5 ഒക്കെ താല്പര്യപ്രകാരം അത് റഷ്യയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയെ സേഫ് കീപ്പിങ്ങിന് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രദേശത്ത് റഷ്യ മാത്രമാണ് ആണവശക്തി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടപെടുക എന്നതല്ല, അമേരിക്കയ്ക്ക് സ്വീകാര്യമാണെങ്കിൽ, ഇറാൻ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വീകാര്യമാകുമെങ്കിൽ സാമാന്യം നല്ല ഒരു ഓപ്ഷനാണ് റഷ്യൻ മീഡിയേഷൻ. മറ്റൊരു ചോദ്യം കൂടി വരും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റ് പോലുമുണ്ട്. പല രാജ്യങ്ങളിലും റഷ്യൻ പ്രസിഡന്റ് പോകാൻ കഴിയില്ല. ഇപ്പോൾ ഒരു നിഷ്പക്ഷ വേദിയിൽ വെച്ച് ചർച്ച നടത്തണം, നിഷ്പക്ഷ രാജ്യം എന്ന നിലയിൽ, നിഷ്പക്ഷനായ പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങനെ ചർച്ച നടത്തുന്ന ആൾ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടാലോ? അതുകൊണ്ട് പലപ്പോഴും ഇതൊരു സങ്കീർണമായ ഒരു വിഷയമാണ്, ഒരു പ്രഹേളികയാണ്. പക്ഷേ റഷ്യ ഹാസ് കം ഫോർവേഡ് വിത്ത് എ ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ. അപ്പോൾ ഇറാന് തീർച്ചയായും പരമ്പരാഗതമായ റഷ്യയോടുള്ള ബന്ധം വെച്ചുകൊണ്ട് ഇറാന് പറയാൻ സാധിക്കുമല്ലോ തങ്ങളുടെ കൺസേൺ ഇതൊക്കെയാണ്. ചില ഉറപ്പുകൾ നൽകാൻ കഴിയും. മധ്യസ്ഥത വഹിക്കുന്ന രാജ്യത്തിനും ചില ഉറപ്പുകൾ നൽകാനും അത് മേൽനോട്ടം വഹിക്കാനും കഴിയും. വെറും മധ്യസ്ഥ രാജ്യമല്ല. പാകിസ്ഥാൻ്റെ തലസ്ഥാനമായി ഇസ്ലാമാബാദ് ഒരു വെറും വേദി മാത്രമാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ഇറാനെയോ അമേരിക്കയോ ഒരു കാര്യം പറഞ്ഞ് അംഗീകരിപ്പിക്കാനുള്ള ബലമില്ല. പക്ഷേ റഷ്യക്ക് അങ്ങനെയല്ല. ഇറാനെ ചൊൽപ്പടിയിൽ നിർത്താൻ ഒരു പരിധിവരെ കഴിഞ്ഞേക്കാം. ഇറാൻ്റെ ബലവും അതുതന്നെയാണ്. ഇറാൻ അനുകൂലമായി ഐക്യരാഷ്ട്ര സംഘടനയിൽ വീറ്റോ ചെയ്ത് ഇറാനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രമേയം, ഹോർമോസ് കടലിടക്ക് തുറന്നു കൊടുക്കണം എന്ന് പറയുന്ന പ്രമേയമാണ്. അത് തുറന്നു കൊടുക്കുന്ന ന്യായമാണെങ്കിൽ പോലും ഇറാന് ബുദ്ധിമുട്ടുണ്ടാവുന്ന പ്രൊവിഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ചൈനയും റഷ്യയും പരസ്യമായി തന്നെ വീറ്റോ ചെയ്തതിനെ പരാജയപ്പെടുത്തി. അപ്പോൾ റഷ്യയുടെ മനസ്സെന്തുകൊണ്ടെന്നറിയാം. അതുകൊണ്ട് അത് വില്ലിങ് ആണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യൻ ആതിഥ്യം, റഷ്യൻ മീഡിയേറ്റർഷിപ്പ് സ്വീകാര്യമാണെങ്കിൽ ആ വഴി പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടി റീവൈൻഡ് ചെയ്ത് നോക്കൂ. റഷ്യ ഉക്രൈൻ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്കൻ മധ്യസ്ഥതയ്ക്ക് റഷ്യ തയ്യാറായപ്പോൾ തീർച്ചയായും അമേരിക്ക ഇറാൻ പ്രശ്നത്തിന് മധ്യസ്ഥത വഹിക്കാൻ റഷ്യയ്ക്കും കാൽപ്പനികമായി കഴിയേണ്ടതാണ്. ഒരു തരം കാവ്യനീതിയാണ്. ക്ലോക്ക് ഒരു ഫുൾ സർക്കിൾ തിരിഞ്ഞു, ടൈം ഒരു ഫുൾ സർക്കിൾ തിരിഞ്ഞു, മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറയുന്നത് പോലെ റഷ്യയ്ക്കും അവരുടേതായ ഒരു ദിനം വരും എന്ന പ്രതീക്ഷയിൽ നിന്നുകൊണ്ടാണ് പലരും ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് പൂർണ്ണമായി ചിരിച്ചു തള്ളേണ്ട ഒരു കാര്യമല്ല റഷ്യൻ ഓഫർ ഓഫ് മീഡിയേറ്റർഷിപ്പ്. ഈ ഇറാൻ യുദ്ധവും വെടിനിർത്തലും ഹോർമൂസിലെ സംഘർഷങ്ങളുമൊക്കെയായി വാർത്തകൾ നിറയുമ്പോൾ ഇതിൽ നിന്ന് നിശബ്ദമായി നേട്ടം കൊയ്യുകയല്ലേ ശരിക്കും റഷ്യ? ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നു പോലുമില്ല. വ്ളാഡിമിർ സെലൻസ്കി ഒഴികെ. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക തന്നെ റഷ്യൻ എണ്ണ വാങ്ങി എണ്ണവില പിടിച്ചു നിർത്താൻ രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നുമുണ്ട്. റഷ്യയുടെ എണ്ണയും മറ്റും വാങ്ങുന്നതിന് യൂറോപ്യൻ യൂണിയന് വിമുഖതയുണ്ട് എങ്കിൽ കൂടി അവർക്ക് മറ്റ് മാർഗമില്ല. അപ്പോൾ അമേരിക്ക ഉദ്ദേശിച്ചിട്ടല്ല എങ്കിൽ കൂടി ഇറാൻ യുദ്ധം റഷ്യക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തു. ഈ ഉർവശി ശാപം ഉപകാരം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഏതാണ്ട് അതുപോലെയായി അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ അപ്രതീക്ഷിതമായി നേട്ടമുണ്ടാക്കിയത് റഷ്യയാണ്. 4 വർഷമായി കടുത്ത ഉപരോധം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് റഷ്യൻ സമ്പദ് വ്യവസ്ഥ. റഷ്യയുടെ എണ്ണ ആകെ വിൽക്കാൻ സാധിക്കുന്നത് ചൈനയ്ക്കാണ്. അത് ലാൻഡ് ബേസ്ഡ് പമ്പിങ് സാധിക്കും, കടലിലൂടെ സാധിക്കും. ചൈന ആരെയും വകവയ്ക്കില്ല. അതുകൊണ്ട് ഉപരോധം ചൈനയ്ക്ക് നേരെ ആ രീതിയിൽ ഏശുന്നില്ല. അല്ലാതെ റഷ്യക്ക് കാര്യമായി എണ്ണ അന്താരാഷ്ട്ര വിപണികൾ വിൽക്കാൻ ബുദ്ധിമുട്ടാണ്, സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ കയറ്റുമതി ഉണ്ടായി. ഉപരോധം ഉണ്ടായിട്ട് പോലും അത് മറികടന്നുകൊണ്ട് ചില രാജ്യങ്ങളൊക്കെ റഷ്യയുമായി കച്ചവടം നടത്താൻ തയ്യാറായി വന്നു. ഇപ്പോൾ ഇതാ യുദ്ധം മൂത്തപ്പോൾ, ലോക ഊർജ പ്രതിസന്ധി മൂർധന്യത്തിലെത്തി നിൽക്കുമ്പോൾ, ഇനിയും കൂടുമെന്ന പ്രതീക്ഷയുള്ളപ്പോൾ ഡൊണാൾഡ് ട്രംപിന് പറയേണ്ടി വന്നു, റഷ്യയോട് നോക്കി പറയേണ്ടി വന്നു, നിങ്ങളുടെ എണ്ണ നിങ്ങൾക്ക് വിൽക്കാം. കരയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതല്ല, ഇപ്പോൾ ഖനനം ചെയ്യുന്നതല്ല, ഇപ്പോൾ റിഫൈൻ ചെയ്യുന്നതല്ല, മറിച്ച് ഓൾറെഡി ഖനനം ചെയ്തെടുത്ത് വിവിധ റഷ്യൻ കപ്പലുകളിൽ പല ഇടങ്ങളിലായി പല പോർട്ടുകളിലായി നങ്കൂരമിട്ടിട്ടുള്ള റഷ്യൻ കപ്പലുകൾ ആവശ്യാനുസരണം ആവശ്യക്കാർക്ക് ക്രൂഡ് ഓയിൽ എത്തിച്ചു കൊടുക്കാം. ഉപരോധം ബാധകം ആവില്ല. അങ്ങനെ പറയേണ്ടി വന്നത് ഇറാൻ കപ്പലുകൾക്കും അത് ബാധകമാണ്. ഇറാൻ്റെ എണ്ണയും പൊതുവിപണികളിലുള്ള പൊതു സ്ഥലങ്ങളിലുള്ളത് പൊയ്ക്കോട്ടെ എന്നാണ് പറയുന്നത്. ഹോർമൂസ് കടന്ന് പോകാൻ ഇപ്പോൾ അനുവാദമില്ല. പക്ഷെ മറ്റിടങ്ങളിലുള്ളത് 1 മാസത്തേക്ക് അത് പിൻവലിച്ചിരിക്കുകയാണ്, ഉപരോധം പിൻവലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് റഷ്യ ഇപ്പോൾ എന്താണ് പറയുക, ഒരു സൈ ഓഫ് റിലീഫ് എന്നാണോ, കാവ്യനീതി എന്നാണോ, അതോ
ഒരു വെയിറ്റിംഗ് ഗെയിം പ്ലേ ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നാണോ എന്നറിയില്ല. റഷ്യ ഈസ് എ ലോങ് ഡിസ്റ്റൻസ് റണ്ണർ. ഒരു തിടുക്കവും കാട്ടുന്നില്ല. ഡൊണാൾഡ് ട്രംപ് എത്രയോ തിടുക്കമാണ് കാട്ടുന്നത്. ഇപ്പോൾ സംഭവിക്കണം, യുദ്ധവിജയം ഉടനടി സംഭവിക്കണം, ചില അന്ത്യശാസ്ത്രങ്ങൾ കൊടുക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അത്യപൂർവമായ പ്രസ്താവനകൾ മാത്രമേ പുറലോകം കേൾക്കുന്നുള്ളൂ. ചില സമയത്ത് പ്രസ്താവനകൾ വരുന്നുണ്ട്, പക്ഷേ ഈ ഡൊണാൾഡ് ട്രംപിൻ്റേതുപോലെ തീവ്രമായ പ്രസ്താവനകൾ നിരന്തരം നടത്തുന്ന ഒരാളല്ല പുടിൻ. പുടിനറിയാം എന്താണ് റഷ്യക്ക് വേണ്ടതെന്ന്. ഒരുപക്ഷെ അത് ലോകം അംഗീകരിക്കില്ല. ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കുന്ന ഒരു കാര്യമല്ല. ഉക്രൈൻ്റെ കൈവശമുള്ള ഡൊണസ്ക് റീജൻ, ലുഹാൻസ് റീജൻ, സപ്രോഷ്യ, അതുപോലെ ഖർസ്റ്റൻ, അതേപോലെ തന്നെ റഷ്യ മുൻപ് പിടിച്ചെടുത്ത ക്രൈമിയ ഉപദ്വീപ്, ഇതെല്ലാം തന്നെ റഷ്യയുടെ കൈവശമാവുകയാണ്. ഉക്രൈൻ്റെ ടെറിട്ടറിയുടെ ഭൂമിയുടെ ഏതാണ്ട് ഒരു 20% ഓൾറെഡി റഷ്യയുടെ കൈവശം ആയി കഴിഞ്ഞു. അവർക്കൊരു പക്ഷേ അത് മതിയാകും. അത് അന്താരാഷ്ട്ര സമൂഹത്തെ കൊണ്ട് ആത്യന്തികമായി അംഗീകരിപ്പിക്കുക, അമേരിക്കയുടെ തന്നെ എൻഡോഴ്സ്മെൻറ്റ് വാങ്ങിയെടുക്കുക. അവസാനം ഉക്രൈനെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്ന് കുളിപ്പിച്ച് കിടത്തുക. അവരുടെ കയ്യിൽ നിന്നും വിഭവങ്ങളെല്ലാം വാങ്ങിയെടുത്തു, ധാതുക്കൾ വാങ്ങിയെടുക്കുന്നു ലാഭകരമായി, അവരുടെ യുദ്ധോപകരണങ്ങൾ വാങ്ങിയതിന് കണക്ക് പറഞ്ഞ് പണം വാങ്ങുന്നു. സമ്പന്നമായ രാജ്യമാണ് ഉക്രൈനും. കാരണം ഈ ധാതു സമ്പന്നം മാത്രമല്ല, ഗോതമ്പേറെയുള്ള ചോളമേറെയുള്ള രാജ്യമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ മുതലാക്കിയെടുക്കാൻ യുദ്ധമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമ്പോള വ്യവസ്ഥിതിയുള്ള കച്ചവട മനോഭാവമുള്ള ട്രംപിൻ്റെ അമേരിക്കയൊക്കെ യുദ്ധത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ ദേ നോ ഹൗ ടു എക്സ്ട്രാക്ട് എ പൗണ്ട് ഓഫ് ഫ്ലഷ്. ഇതെപ്പോഴും സംഭവിക്കുന്നു. അത് ഗൾഫ് രാജ്യങ്ങളും ജാഗ്രതയോടെ നോക്കണം. കാരണം യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ വലിയൊരു ബില്ലാണ് ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കുക. ഇത്രയും നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി തങ്ങൾക്ക് ഇത്രയധികം പണം ചിലവായിട്ടുണ്ട്, അത് ഘട്ടം ഘട്ടമായി തിരിച്ചടയ്ക്കണം. നെയ്റ്റോ രാജ്യങ്ങൾക്ക് അങ്ങനെ തീർത്തുവരെ കൊടുത്തല്ലോ. ഈ ഉക്രൈൻ യുദ്ധത്തിൽ നെയ്റ്റോ രാജ്യങ്ങൾക്ക് മുൻപും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നെയ്റ്റോ രാജ്യങ്ങളെ അമേരിക്ക സഹായിക്കുന്നു എന്ന് പറയും, യൂറോപ്പിലെ നെയ്റ്റോ രാജ്യങ്ങളെ അമേരിക്ക സഹായിക്കുന്നു എന്ന് പറയുമ്പോഴും അത് ഒരു വെറും നിഷ്കാമ കർമ്മമല്ല, പണം ഈടാക്കിക്കൊണ്ട് തന്നെയാണത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെയ്റ്റോ രാജ്യങ്ങൾ ചങ്കുറപ്പോടുകൂടി ഇപ്പോൾ പറഞ്ഞു, ഇറാനെതിരെ അമേരിക്ക നടത്തുന്നത് അമേരിക്കയുടെ മാത്രം യുദ്ധമാണ്, ട്രംപിൻ്റെ മാത്ര യുദ്ധമാണ്, തങ്ങൾക്കതിൽ കാര്യമില്ല. ഹോർമോസ് തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുന്നത് അമേരിക്കയുടെ കാര്യമാണ്, തങ്ങൾക്കതിൽ അഭിപ്രായമില്ല. ബലം പ്രയോഗിച്ച് ഹോർമോസ് തുറക്കുന്നതിനെ തങ്ങൾ അനുകൂലിക്കുന്നില്ല. അതിനർത്ഥം എതിർക്കുന്നു തന്നെയാണ് അർത്ഥം. എതിർക്കാൻ സേനാ വിന്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നിസ്സംഗത പാലിക്കുന്ന യൂറോപ്പിനെ കാണുന്നു. അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ റഷ്യയുടെ കണ്ണുകൾ വിടരുകയാണ്. നോക്കൂ, റഷ്യക്ക് എണ്ണ വിൽക്കണം. ഏറ്റവും ആദായകരമായി വിൽക്കാൻ സാധിക്കുന്നത് റഷ്യൻ എണ്ണ പടിഞ്ഞാറേക്ക് വൻപൻ കുഴലുകളിലൂടെ, പൈപ്പ് ലൈനുകളിലൂടെ പമ്പ് ചെയ്ത് ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ എത്തിക്കാൻ കഴിയും. ബ്രിട്ടൻ ഒരു പക്ഷേ ആവശ്യമില്ല, അവർക്ക് അവരുടേതായ ഓയിലുണ്ട്, നോർത്ത് സീ ഓയിലുണ്ട്. പക്ഷേ ഫ്രാൻസിന് ആവശ്യമുണ്ട്, ജർമ്മനിക്ക് ആവശ്യമുണ്ട്. ഇവിടെയൊക്കെ വിൻ്റർ വരുമ്പോൾ വലിയ തോതിൽ ഹീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വേണ്ടി വരും. അതുകൊണ്ട് യൂറോപ്പിൻ്റെ പരമ്പരാഗതമായ ഊർജ്ജ ആവശ്യത്തിൻ്റെ ഒരു നല്ല പങ്കും നിർവഹിച്ചിരുന്നത് റഷ്യൻ ഓയിലാണ്. അത് കപ്പലിൽ പോലും കൊണ്ടുവരേണ്ട കാര്യമില്ല, ലാൻഡിലൂടെ പമ്പ് ചെയ്ത് കൊണ്ടുവരാം. ചില ജെയിംസ് ബോണ്ട് മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ എണ്ണ പമ്പ് ചെയ്ത് ദീർഘദൂരം ഓയിൽ പൈപ്പ് ലൈൻ കരയിലൂടെ പോകുന്ന ദീർഘദൂരം ആയിരക്കണക്കിന് 10,000-കണക്കിന് കിലോമീറ്ററുകൾ നീളുന്ന എണ്ണ പൈപ്പ് ലൈനുകൾ. ഇതാണ് റഷ്യയുടെ സാമ്പത്തിക ആസ്തിയുടെ ഒരു പങ്ക്. അതിപ്പോൾ ഉപരോധം കാരണം നിർത്തിവച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അത് പുനരാരംഭിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഉക്രൈൻ യുദ്ധം, ഈ ഒരു യുദ്ധത്തിൻ്റെ മറവിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഉക്രൈൻ യുദ്ധം ഉൾപ്പെടെ അവസാനിപ്പിക്കാൻ റഷ്യക്ക് അനുകൂലമാകുന്ന രീതിയിൽ ടെറിട്ടോറിയൽ ട്രാൻസ്ഫറോടുകൂടി ഉക്രൈൻ അംഗീകരിച്ച് തങ്ങളുടെ ഇത്രയും പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുത്തതായും, റഷ്യ ഉക്രൈനെ ആക്രമിക്കില്ല എന്ന കരാറിൽ ഏർപ്പെട്ടുകൊണ്ടും, അതേപോലെ തന്നെ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയിൽ ഒരുപക്ഷെ ഉക്രൈൻ അംഗമായാൽ പോലും നെയ്റ്റോയിൽ ഉക്രൈൻ ഒരിക്കലും അംഗമാകില്ല എന്ന ഉറപ്പുൾപ്പെടെ കൊടുത്തുകൊണ്ട് ആ വിഷയം പരിഹരിക്കാൻ ഇത്ര കാലം വെയിറ്റ് ചെയ്തത് നന്നായി എന്ന് ട്രംപ് ഒരുപക്ഷെ പുടിൻ വിചാരിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള പ്രപ്പോസലൊന്നും ഇപ്പോഴില്ല, പക്ഷേ അതിലേക്ക് കൂടി ഒരുപക്ഷെ ലോകം നീങ്ങിയേക്കാം. അതുകൊണ്ട് ലോകത്തിൻ്റെ 3 ഭാഗത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, ഒന്ന് ഇസ്രായേൽ ഹമാസ്, മറ്റേത് റഷ്യ ഉക്രൈൻ, മറ്റൊന്ന് ഇറാൻ അമേരിക്ക, ഇത് 3 ഭാഗത്ത് നടക്കുന്ന 3 മേഖലയിൽ നടക്കുന്ന യുദ്ധങ്ങളാണ്. ഇത് 3ഉം തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് റഷ്യ റിയലി വാണ്ട്സ് ടു ബി എ ക്രിട്ടിക്കൽ ഫാക്ടർ, എ കീ പ്ലെയർ, എ മീഡിയേറ്റർ ഇൻ ദിസ് വാർ.
അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആഗോള പ്രതിച്ഛായ റഷ്യക്ക് നിലനിർത്താനാവും, തിരിച്ചു പിടിക്കാനാവും. സമ്പദ് വ്യവസ്ഥയെ ഇത് ക്യാൻ ബ്രിങ് ദി ഇക്കോണമി ബാക്ക് ഓൺ ട്രാക്ക്. അതുകൊണ്ട് ഇറ്റ് ഇസ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ റഷ്യ. പക്ഷേ റഷ്യ വിൽ ഹാവ് ടു പ്ലേ ദ കാർഡ്സ് വെരി ക്ലോസ് ടു ദ ചെസ്റ്റ്. ഇറാനുമായി ഇടപെടാൻ കഴിയുന്ന ഒരു രാജ്യത്തിന് മാത്രമേ മുന്നോട്ട് പോകാനാവൂ. ഇറാനുമായി എതിർത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിന് പറ്റില്ല. അതുകൊണ്ട് ചൈനയെയും റഷ്യയെയും അകറ്റി നിർത്തിക്കൊണ്ട് ശാശ്വതമായ ഒരു യുദ്ധ വിരാമം, ഒരു പ്രശ്ന പരിഹാരം സാധ്യമല്ല എന്നത് തന്നെയാണ് പൊതുവെയുള്ള നിഗമനം.